ചെയ്തു. എന്നിട്ട് ആ ഒരു സമയം എനിക്കൊന്ന് റംസാൻ്റെ സമയമാണ്. അപ്പോൾ ഞാൻ എന്താ ചോദിച്ചാൽ എൻ്റെ ഒരു മുസ്ലിം സുഹൃത്തിനോട് പറഞ്ഞു, ഇയാളെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ? കാരണം ആ സമയത്തൊക്കെ അവരിങ്ങനെ സക്കാത്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൈസയൊക്കെ മാറ്റി വെക്കുമല്ലോ. അപ്പോൾ അവൻ അതിൽ നിന്നും കുറച്ച് പൈസ അവൻ അയച്ചു കൊടുത്തു, ഇയാളെ കോൺടാക്ട് ചെയ്തിട്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഇയാളുടെ ഒരു മെസ്സേജ്, വേറെ കുറേ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇയാളുടെ ഒരു മെസ്സേജാണ് വരുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും ഏതാണ്ട് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സുകളുടെ വ്യത്യാസത്തിൽ ഈ 3 പേർക്കും മെസ്സേജ് വന്നു. ഒരേ കണ്ടൻറ്റാണ്, ഒരേ ടൈപ്പിംഗാണ്. ഇന്ന കാരണങ്ങൾ, എനിക്ക് 5000 രൂപ വേണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കിടയിൽ സംസാരം വന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ ഇത് വെറും തട്ടിപ്പാണെന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായപ്പോൾ അയാളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് അയാൾ വീണ്ടും പൈസ മേടിക്കുകയാണ്. നമുക്കറിയാത്തൊരു മനുഷ്യൻ, ഇവിടെ അതുപോലും അയാൾ താമസിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് ധാരണയൊന്നുമില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഇയാൾക്കോട് പറയാം, ഞാൻ പൈസ അയച്ചു തരാം എന്ന് പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സുഹൃത്ത് അയാൾക്ക് മറുപടി കൊടുത്തു, ചേട്ടാ എത്ര രൂപ വേണമെന്ന് വെച്ചപ്പോൾ അയാൾ എനിക്കൊന്ന് 5000 രൂപയും കണ്ടാണ് ചോദിച്ചത്. വളരെ അത്യാവശ്യമായ ആ ഒരു ആവശ്യം കേട്ടാൽ ആരായാലും സഹായിച്ചു പോകും അയാളെ. അപ്പം ആ ഒരു ആവശ്യം പറഞ്ഞു, ഒരു ഹോസ്പിറ്റൽ ആവശ്യമാണ് പറഞ്ഞത്. അപ്പം അവൻ തിരിച്ച് മെസ്സേജ് അയച്ചു, ചേട്ടാ ഞാൻ ഇന്ന് വൈകിട്ട് പൈസ അയച്ചു തരാം.